ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ വീഡിയോ ആണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് സാമ്പാർ പരിപ്പാണ്, തുവരപ്പരിപ്പ്. അത് ഞാൻ കുറച്ചൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് കാണും കേട്ടോ. അത് നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കിയ ശേഷം ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം കറി ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് ഇത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ പരിപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ കുക്കറിലെ വിസിലടിക്കുമ്പോഴേ ഇതിൻ്റെ പുറത്തേക്കൊക്കെ ഇത് വരും കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ആ നേരം കൊണ്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി ചേർക്കുന്നുണ്ട്. 1 പിടി ചുവന്നുള്ളി മതി കേട്ടോ, ഒരുപാട് ചുവന്നുള്ളി ഒന്നും വേണ്ട. അപ്പോൾ പെട്ടെന്നൊന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടി ഞാനതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ കറി നമ്മൾ ചുവന്നുള്ളി ചേർത്ത് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചുവന്നുള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സവാള എടുക്കാവൂ. അപ്പോൾ അതാണ് നല്ല രീതിയിൽ ഇതൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ ദാണ്ട് ഈ ഒരു രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കായപ്പൊടിയാണ്. ഒരു 2-3 പിഞ്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി കായത്തിൻ്റെ കട്ടയാണെന്നുണ്ടെങ്കിൽ ഈ സമയം നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ടിനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഇപ്പോൾ ദാണ്ട പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പച്ചമുളകൊന്നും ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഒന്ന് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് വഴണ്ടി വരാനായിട്ട് വേണ്ട ഞാനിതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാമെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ തക്കാളിയൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ദാണ്ട് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊന്ന് തുറന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. 10 മിനിറ്റ് പോലും എടുക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പച്ചക്കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കറി വെക്കുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പൊക്കെ ദാണ്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പങ്ങ് ഒരുപാടങ്ങ് വെന്ത് പോകരുത് കേട്ടോ. നമ്മളിത് ഇളക്കി ചേർക്കുമ്പോൾ ഇത് പരിപ്പാണെന്ന് കാണണം. ആ ഒരു രീതിയിൽ മാത്രമേ ഇത് വേവാവൂ കേട്ടോ. അപ്പോൾ ദാണ്ട അതുകൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. പരിപ്പായതുകൊണ്ട് തന്നെ നന്നായിട്ട് തിക്കായിട്ട് വരും നമ്മുടെ ഈ കറി. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഈ സമയം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളിക്ക് കൂടാതെ വേണമെന്നുണ്ടെങ്കിൽ പുളിവെള്ളം നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പുളിവെള്ളം മാത്രം ഉപയോഗിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സമയം ഇതിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് എടുക്കണം. ഒരുപാടങ്ങ് കുറുക്കി എടുക്കരുത് കേട്ടോ. കാരണം ഇത് ഈ കറി ഇരുന്ന് ഒന്നുകൂടി നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ തന്നെ കിട്ടും. ഇനി ഈ സമയം ഇതിലേക്ക് 2 പിഞ്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം.
ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ തന്നെ നമ്മുടെ കറിയൊക്കെ തിളച്ച് നല്ല ഒരു കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് താളിക്കാനുള്ളതാണ് ഇനി. അപ്പോൾ അതുകൊണ്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.